അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പാർട്ട് 3യിലേക്ക് സ്വാഗതം. പാർട്ട് 1ൽ നമ്മൾ എന്താണ് ഇൻവെസ്റ്റിംഗ്, അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്താത്ത ഒരു വ്യക്തിയുടെ ലൈഫിന്റെ പാത്ത് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളുടെ കയ്യിലുള്ള ക്യാപിറ്റലിന് മാക്സിമം ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിനെ പഠിച്ചത് അല്ലെ. ഹൈ റിസ്ക് അല്ലെങ്കിൽ ഉയർന്ന റിസ്ക് എടുക്കുന്ന ആൾക്കാർ എടുക്കുന്ന മേഖലയാണ് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മേഖല. അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുന്നത്. അപ്പോൾ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് നമുക്ക് വ്യക്തമായിട്ട് ഈ ഒരു സെഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് പോകാം അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ്? ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ എന്ത് അല്ലെ? അപ്പോൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇപ്പൊ നിങ്ങളുടെ വീടിനടുത്ത് ഒരു നിയർ ബൈ മാർക്കറ്റ് ഉണ്ടാകും അല്ലെ. ഒന്നെങ്കിൽ അതൊരു വെജിറ്റബിൾ മാർക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ഫിഷ് മാർക്കറ്റ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ക്യാൻ ബി എനിത്തിങ് അല്ലെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നമ്മുടെ മാർക്കറ്റിൽ പോയിട്ട് എന്താ ചെയ്യുക? ഒന്നെങ്കിൽ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പോവാം അല്ലെ, ബൈ ചെയ്യാനായിട്ടാണ് പോവുക അല്ലെ. അപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോകുന്ന എന്തിനാണ്? ഒന്നെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവും, അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാനായിട്ട് പോകാറുണ്ട്. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ സെല്ലേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൽ പോകുന്ന എന്തിനാണ്? നമുക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഒരു ഫിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ഫിഷ് പർച്ചേസ് ചെയ്യാനായിട്ടായിരിക്കും പോവുക അല്ലെ. അപ്പൊ അവിടെ ഒരു സെല്ലേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാരാണ് നമ്മളെ പറയുന്നത് ബയേഴ്സ് എന്നാണ് അല്ലെ. അപ്പൊ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നു, ബയേഴ്സ് ആണ്. അപ്പൊ അവിടെ ഉള്ളത് സെല്ലേഴ്സ് ആണ് അല്ലെ, കച്ചവടക്കാരുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വെജിറ്റബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ ഫിഷ് മാർക്കറ്റ്, അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിഷ് എന്താണ്, വെജിറ്റബിൾ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എന്താണ് ഷെയർ എന്നുള്ളത് നമുക്ക് പഠിക്കാം അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ, എന്താണ് ഷെയർ അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക്? അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനി അതിന്റെ ഷെയർസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഷെയർ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഒരു കഥയിലൂടെ പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, അസ്യൂം എ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. അപ്പൊ ഞാൻ അവന് പേര് കൊടുക്കാൻ പോകുന്നത് അനന്തു എന്നാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു സുഹൃത്ത് അനന്തുവിനെ അസ്യൂം ചെയ്യുക. അനന്തുവിന്റെ കയ്യിൽ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട് അല്ലെ. അപ്പൊ അനന്തു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എന്റർപ്രണർ ആണ്. അനന്തുവിന്റെ കയ്യിൽ ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ട്. എന്താണ് അവന്റെ ഐഡിയ? അല്ലെങ്കിൽ ഹൈലി ഫാഷനബിൾ കോട്ടൺ ടീഷർട്സ് മാനുഫാക്ചർ ചെയ്യുക, അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ള ഒരു കോട്ടൺ ടീഷർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി രൂപീകരിക്കാനാണ് ഈ ഒരു അനന്തു നമുക്കൊരു ഐഡിയ പറഞ്ഞു തരുവാണ്. ഓക്കെ, അപ്പൊ അനന്തുവിന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്. പക്ഷെ അനന്തു നേരിടാൻ പോകുന്ന ഒന്നാമത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടിങ് ഇഷ്യൂ ആയിരിക്കും അല്ലെ. അപ്പൊ അനന്തുവിന്റെ കയ്യിൽ നല്ലൊരു ഐഡിയ ഉണ്ട്, പക്ഷെ അനന്തുവിന്റെ നല്ലൊരു പ്രോബ്ലം, ഒരു ടിപ്പിക്കൽ പ്രോബ്ലം അനന്തു ഫേസ് ചെയ്യാനായിട്ട് പോകുന്ന അനന്തുവിന് ഈ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് അനന്തുവിന്റെ കയ്യിൽ ഫണ്ട് ഇല്ല. അപ്പൊ അനന്തു ഒരു ലെവൽ 1 എന്റർപ്രണർ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ബിഗിനർ എന്റർപ്രണർ ആയതുകൊണ്ട് തന്നെ, അനന്തുവിന്റെ നല്ലൊരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സീരിയസ് ഇൻവെസ്റ്റേഴ്സ് എന്നിനെയും അട്രാക്ട് ചെയ്യാനായിട്ട് അനന്തുവിന് പറ്റില്ല അല്ലെ, ഇനീഷ്യലി അല്ലെ. ഫസ്റ്റ് സ്റ്റേജിൽ അനന്തുവിന് ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെയും കാര്യങ്ങളെയും അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എന്താണ്, അനന്തു ഒന്നെങ്കിൽ ഫസ്റ്റ് അനന്തുവിന്റെ ഫാമിലിയെ അപ്രോച്ച് ചെയ്യാം പണത്തിനായിട്ട് അല്ലെ, അല്ലെങ്കിൽ അനന്തുവിന്റെ ഫ്രണ്ട്സിനെ അപ്രോച്ച് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് അനന്തുവിന്റെ ഫാമിലി അപ്രോച്ച് ചെയ്തു. അതുപോലെ തന്നെ അനന്തിന്റെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള നന്ദുവിനെയും അതുപോലെ തന്നെ അമലിനെയും കൺവിൻസ് ചെയ്യുവാണ് അല്ലെ. ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു ബിസിനസ് ആണ്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് അനന്തുവിന്റെ 2 ഫ്രണ്ട്സിനെ കൂടി കൺവിൻസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ അനന്തു 2 ഫ്രണ്ട്സ് അപ്പോൾ റെഡിയാണ്, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. അനന്തുവിന്റെ ഈ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറയുകയാണ്. അപ്പോൾ അവരെ പറയുന്നതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ് ഈ ഒരു 2 ഫ്രണ്ട്സിനെ പറയുന്നത്.
രണ്ടല്ല, എത്ര വേണേലും ആകാം. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പൊ 2 പേരെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പോ ഏഞ്ചൽ ഇൻവെസ്റ്റ്മെന്റ്സ്, ഏഞ്ചൽ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോൺ അല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു നിക്ഷേപമാണ്. അപ്പൊ റിസ്ക് അവരുടെ കയ്യിൽ തന്നെയാണ്. ഓക്കെ. അപ്പോ അനന്തുവിനെ ഇനി മുതൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രൊമോട്ടർ എന്നാണ് കേട്ടോ. പ്രൊമോട്ടർ അല്ലെ. അപ്പൊ അനന്തുവും അനന്തിന്റെ സുഹൃത്തുക്കളും ചേർന്ന് ടോട്ടല് 5 കോടി രൂപ ക്യാപിറ്റല് അവര് ഒപ്പിച്ചു അല്ലെ. ടോട്ടൽ 5 കോടി രൂപയാണ് ഈ ഒരു ക്യാപിറ്റൽ. അനന്തുവും അനന്തുവിന്റെ സുഹൃത്തുക്കളും ചേർന്നിട്ട് ടോട്ടൽ 5 കോടി രൂപ ഈ ഒരു ബിസിനസ്സിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇനീഷ്യൽ മണി, അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഉള്ള ഈ ഒരു ഇനീഷ്യൽ മണിയെയാണ് സീഡ് ഫണ്ട് എന്ന് പറയുക. ഓക്കെ. അപ്പൊ അനന്തുവിന്റെ 2 സുഹൃത്തുക്കളെ നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിച്ചു. അപ്പൊ ഈ ഒരു ടോട്ടൽ എമൗണ്ട്, ഇവര് റേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് സീഡ് ഫണ്ട് എന്ന് പറയുക. സീഡ് ഫണ്ട്. ഒരു കാര്യം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സീഡ് ഫണ്ട് എന്നുള്ളത് അനന്തുവിന്റെ പേഴ്സണൽ അക്കൗണ്ടിലല്ല, ഈ ഒരു നമ്മുടെ കമ്പനിയുടെ പേരിലുള്ള അക്കൗണ്ടിലായിരിക്കും ഇടുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, അനന്തുവിന്റെ 2 ഫ്രണ്ട്സ് അനന്തുവിന് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് കൊടുത്തതിന് പകരമായിട്ട് എന്താണ്, അവർക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ആ ഒരു കമ്പനിയുടെ ഓണറാണ്, അല്ലെങ്കിൽ ഓണറാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിനെയാണ് ഷെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുക. ഓക്കെ. ദ ഓൺലി അസറ്റ് ദ കമ്പനി ഹാസ് അറ്റ് ദ സ്റ്റേജ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ കമ്പനിക്ക് ക്യാഷ് ഉണ്ട്. അതുപോലെ തന്നെ വാല്യുവേഷൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്യാഷ് 5 കോടി രൂപ ടോട്ടൽ ക്യാഷ് ആണ് ഇപ്പൊ നിലവിൽ കമ്പനിയുടെ പേരിലുള്ളത്. അപ്പൊ ആ ഒരു 5 കോടി രൂപയാണ് കമ്പനിയുടെ വാല്യുവേഷൻ, അതായത് നിലവിലെ വാല്യുവേഷൻ എന്ന് പറയും. ഇപ്പൊ ടോട്ടൽ മണി, ഇപ്പോ കമ്പനിക്കുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് ഇപ്പോൾ വാല്യുവേഷൻ എന്ന് പറയുക. അപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ കമ്പനിക്ക് ടോട്ടൽ 5 കോടി ഉണ്ട്. ഇപ്പൊ കമ്പനി അസ്യൂം ചെയ്യുകയാണ് ഒരു ഷെയറിന് 10 രൂപ വെച്ചിട്ടാണ് കമ്പനി അസ്യൂം ചെയ്തത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 കോടി ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ 10 രൂപ വെച്ചിട്ടാണ് പെർ ഷെയർ എന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 കോടി ഡിവൈഡഡ് ബൈ 10, ടോട്ടൽ 50 ലാക്ക് ഷെയർ, അല്ലെങ്കിൽ 50 ലാക്ക് ഷെയർസ് കമ്പനി ഇപ്പോ നിലവിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ്, ഇതൊരു പ്രൊസീജിയർ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഇപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു 10 രൂപയെ പറയുന്നതാണ് ഫേസ് വാല്യൂ എന്നത്. ഫേസ് വാല്യൂ. അപ്പൊ ആ ഒരു 10 രൂപയാണ് ഫേസ് വാല്യൂ എന്നത്. ഫേസ് വാല്യൂ കുഡ് ബി എനി നമ്പർ അല്ലെ. അത് എന്ത് വേണമെങ്കിലും 1 രൂപയാകാം, അല്ലെങ്കിൽ 10 രൂപയാകാം, അല്ലെങ്കിൽ 5 രൂപയാകാം. ഓക്കെ. അപ്പൊ ഫേസ് വാല്യൂ 5 ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഷെയർ, അപ്പൊ നമുക്ക് ഏകദേശം ഷെയർ എന്താണ് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ കിട്ടി. അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നതും എന്നൊരു ഐഡിയ കിട്ടി. ഇനി ഈ ഒരു രൂപീകരിച്ചിട്ടുള്ള കമ്പനിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫണ്ടിങ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല സ്റ്റേജുകളുണ്ട്. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് മാർക്കറ്റ് എന്ന് മനസ്സിലാക്കാനായിട്ടാണ്. നമ്മൾ അടുത്ത ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഈ കമ്പനി നല്ല രീതിയിൽ പ്രവർത്തിക്കുവാണ്, നല്ല രീതിയിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി എന്താണ്, നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമ്പനിക്ക് എക്സ്പാൻഡ് ചെയ്യണം, നല്ല രീതിയിൽ പുറത്തേക്കും അതുപോലെ തന്നെ എല്ലാ രാജ്യത്തേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഫണ്ടിങ് ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഫണ്ടിങ് ആവശ്യമുള്ള ടൈമിനാണ് കമ്പനി എന്ത് ചെയ്യുക, നമ്മുടെ കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിന് വിൽക്കാനായിട്ട് തുടങ്ങും അല്ലെ. പബ്ലിക്കിലേക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പൊ അതിനെ പറയുന്ന ഒരു പ്രൊസീജിയർ ആണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും അല്ലെ. IPO എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ വഴിയാണ് ഈ ഒരു കമ്പനിയുടെ ഷെയറുകൾ പബ്ലിക്കിന്. അപ്പൊ ഈ IPO എന്നൊരു പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കമ്പനീസിന്റെ ഷെയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് പോയിട്ട് ഷെയറുകൾ വാങ്ങിക്കാം, അതുപോലെ തന്നെ നമുക്ക് വാങ്ങിച്ച ഷെയറുകൾ വിൽക്കാം. അപ്പൊ ഇതാണ് ഒരു ബേസിക്കലി ഷെയറുകൾ എങ്ങനെയാണ് ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് കമ്പനീസ് IPO ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് അവർക്ക് അവരുടെ ഫണ്ട് റിക്വയർമെന്റ്, അല്ലെങ്കിൽ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫണ്ട് വേണമല്ലോ. അപ്പൊ ആ ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ റേസ് ചെയ്യാനായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലോണും കാര്യങ്ങളും എടുക്കാണ്ട് തന്നെ കമ്പനിക്ക് അതിന്റെ ചാർജുകളും കാര്യങ്ങളൊക്കെ നികത്താനായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പ്രൊമോട്ടർക്ക് എന്താണ് റിസ്ക് ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലേക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. അതിനെയൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു IPO പ്രോസസ്സ് വഴിയിട്ട് നമ്മുടെ കമ്പനീസിന്റെ ഷെയറുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ട് ആ ഷെയറുകൾ നമ്മൾ റീറ്റെയിലേഴ്സിന് അവർ തരുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിൽ നിന്ന് ഷെയർ എന്താണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു കമ്പനി രൂപീകരിക്കുന്നത് എന്നതിന്റെയൊക്കെ ഒരു
ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മൾക്ക് ഒരു ലൈക്ക് തരിക. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം അടുത്ത ക്ലാസ് മുതൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ,